സഖാവ് പുഷ്പൻ്റെ ഭൗതിക ശരീരം അഗ്നിനാളങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി ഭൗതിക ശരീരമല്ല, പുഷ്പനെക്കുറിച്ചുള്ള ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളിലൂടെയാണ് നമ്മൾ ഈ സഞ്ചരിക്കുന്നത്. ഇവിടെ നേതാക്കന്മാരെന്നെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. പുഷ്പൻ അതിജീവനത്തിൻ്റെ കരുത്തും ശക്തിയും നിറഞ്ഞ ഒരു ജ്യോതിഷായിരുന്നു. ഇത്രയും കാലം അദ്ദേഹം മരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതിഹാസ പുരുഷൻ. അദ്ദേഹത്തിൻ്റെ വിപ്ലവബോധം ഒരിക്കലും മടങ്ങട്ടതായിരുന്നു. അദ്ദേഹത്തെ കാണാൻ പലപ്പോഴും ആ വീട്ടിലെത്തിയപ്പോഴെല്ലാം കാണുമ്പോൾ നമുക്കൊരു പുതിയ ആലോചനീയമായ അനുഭൂതിയും കരുത്തുണ്ടാകും. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം, സമർപ്പണബോധം, ആത്മവീര്യം അത് മാതൃകാപരമായിരുന്നു. ഡിവൈഎഫ്ഐയുടെ സഹകൾക്ക് മാത്രമല്ല, യുവജന പ്രസ്ഥാനങ്ങൾക്കാകമാനം പ്രചോദനവും കരുത്തു നൽകുന്ന അദ്ദേഹത്തിൻ്റെ സമർപ്പണ ജീവിതം മാതൃകാപരമാണ് എന്നതിനെക്കുറിച്ച് ഒരു മുഖവരിയൊന്നും ആവശ്യമില്ല. അത്രയേറെ ഒരു ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു മഹാജീവിതം, പോരാട്ടത്തിൻ്റെ, വിപ്ലവീര്യത്തിൻ്റെ, ലക്ഷ്യബോധത്തിൻ്റെ, സമർപ്പണബോധത്തിൻ്റെ, പ്രതിബദ്ധതയിലൊക്കെ തന്നെ ഒരു കർമ്മരൂപമായി ഭരവിച്ചതുമായി ഒരിക്കലും രാഷ്ട്രീയ ലോകത്തിന് വിസ്മരിക്കാൻ കഴിയാത്ത ഒരു ചൈതന്യം. അതാണ് സഖാവ് പുഷ്പൻ. പുഷ്പൻ്റെ നിര്യാണ വാർത്ത അറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ആ ജീവിതത്തെക്കുറിച്ച് കാണുകയും കേൾക്കുകയും വിലയിരുത്തുകയും ചെയ്തവർക്കെല്ലാം തന്നെ ഉണ്ടായ അനുഭവങ്ങൾക്ക് വാക്കുകൾക്ക് രേഖപ്പെടുത്താൻ കഴിയില്ല. എന്നും ഒക്കെയായി ജനങ്ങളിവിടെ ഓടിയെത്തിയത് അത് ഒരു ഹൃദയവികാരത്തിൻ്റെ അലംഘനീയമായ പ്രഖ്യാപനങ്ങളായിരുന്നു. ഇന്നിവിടെ നമ്മളെല്ലാം കൂടി എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇവിടേക്കുള്ള അന്ത്യയാത്ര ഇപ്പോൾ ഇതാ അഗ്നിനാളങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജീവിതം ധന്യമായ ജീവിതമാണ്. ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ അതുല്യനായ നേതാവിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നതിൻ്റെ ഒരു ദേശീയ സാക്ഷ്യം. അതാണ് സഖാവ് പുഷ്പൻ. ആ പുഷ്പൻ്റെ പ്രോജ്വലിക്കുന്ന ഓർമ്മകൾ നമുക്ക് വർത്തമാനകാലത്ത് ആവശ്യമായിട്ടുണ്ട്. കാരണം ഈ രാജ്യത്തെ രക്ഷിക്കാൻ, നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യവും മതനിരക്ഷയും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കാനുള്ള ഒരു മഹായുദ്ധം നടക്കേണ്ടതായിട്ടുണ്ട്. ആ യുദ്ധത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാണ് മുഖ്യമായി പങ്കുവഹിക്കേണ്ടത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ദേശീയ പ്രതിരൂപമാണ്. ആ മുന്നേറ്റത്തിൻ്റെ പാതയിൽ ചരിത്രധർമ്മം നിർവഹിച്ചുകൊണ്ട് വെളിച്ചവും പ്രകാശവും ചൈതന്യവുമായി നമുക്കെല്ലാം തന്നെ നേതൃത്വം നൽകേണ്ട പുഷ്പൻ നമ്മോട് യാത്ര ചെയ്തിരിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ സഞ്ചരിക്കുന്ന നമുക്ക് അദ്ദേഹത്തിൻ്റെ കരുത്തും ശക്തിയും എല്ലാം ഉണ്ടായിരിക്കും. ആ പ്രോജ്വലിക്കുന്ന ഓർമ്മകളുടെ മുമ്പിൽ ഞാൻ വിനയഭരിതമായി പ്രണമിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ സ്നേഹാദരപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ഹൃദയമായ വാക്കുകൾ സ്മരിക്കുന്നു. നമസ്കാരം.